ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഗ്രൗണ്ട് ടാങ്കേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഗ്രൗണ്ട് ടാങ്കേഴ്സ് 2 പാർട്ടായിട്ട് ഗ്രൗണ്ട് ടാങ്കേഴ്സ് പറഞ്ഞിരുന്നു. കമ്പോണൻസും ടൈപ്സും ഒക്കെ നമ്മൾ ടൈപ്സിലാണ് നമ്മൾ ലാസ്റ്റ് 4 ടൈപ്സ് ഓഫ് ഗ്രൗണ്ട് ടാങ്കേഴ്സ് വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി ഗ്രൗണ്ട് ടാങ്കേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് കൂടിയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഹൈവേ റിട്ടൈനിങ് വാൾസ്. ഗ്രൗണ്ട് ടാങ്കേഴ്സിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ്? ഹൈവേ റിട്ടൈനിങ് വാൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹൈവേ റിട്ടൈനിങ് വാൾസ് എന്നല്ല, റിട്ടൈനിങ് വാൾസിലെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. എന്നാലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഹൈവേ റിട്ടൈനിങ് വാൾസ്. The anchored walls are commonly used for grade separations to construct depressed roadways, roadway widenings and roadway realignments. ഈ ഹൈവേ റിട്ടൈനിങ് വാൾസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഗ്രേഡ് സെപ്പറേഷൻസിന് വേണ്ടിയാണ്. അതായത് 2 ലെവൽ ഓഫ് റോഡ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെ 2 ലെവലിലുള്ള റോഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നോക്കിക്കേ, റിട്ടൈനിങ് വാൾ എന്ന് കാണിച്ചേക്കുന്നത് കണ്ടോ? അത് ഇവിടെ ഒരു ഡീപ്രസ്ഡ് റോഡ് വേ ഉണ്ട്. ഡീപ്രസ്ഡ് റോഡ് വേ എന്ന് പറയുമ്പോഴത്തേക്കും 2 റോഡ്സ് പിന്നെ 2 ലെവലിലായിട്ടുള്ളത്. അപ്പോൾ അന്നേരം ആ ഒരു ഡിപ്രസ്ഡ് റോഡ് വേയെ അടുത്തതിൻ്റെ ഹൈറ്റിലുള്ള റോഡ് വേ, എലിവേഷനിലുള്ള റോഡ് വേയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു റിട്ടൈനിങ് വാൾ ഉണ്ടല്ലോ, ആ റിട്ടൈനിങ് വാളിൽ ഇവിടെ ശരിക്കും അത് കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു എന്താണ് ഗ്രൗണ്ട് ആങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ ഒരു ജസ്റ്റ് ഒരു റിട്ടൈനിങ് വാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഡിപ്രസ്ഡ് റോഡ് വേ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു ഫിഗർ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. അപ്പം ഈ റിട്ടൈനിങ് വാൾ എന്ന് കാണിച്ചേക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ആങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ഈ റിട്ടൈനിങ് വാളിന് പകരമായിട്ട് ഗ്രൗണ്ട് ആങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇവിടെ ഒരു റിട്ടൈനിങ് വാൾ ഉണ്ട്. ഈ റിട്ടൈനിങ് വാൾസിന് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഗ്രൗണ്ട് ആങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. അതിന് അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ്? ഹൈവേ റിട്ടൈനിങ് വാൾസിൽ യൂസ് ചെയ്യാം. അതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? മെയിനായിട്ടും ഗ്രേഡ് സെപ്പറേഷൻസിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടു കൺസ്ട്രക്ട് ഡിപ്രസ്ഡ് റോഡ് വേസ്. ഇപ്പം ഞാൻ ഫിഗർ കാണിച്ചല്ലോ ഡിപ്രസ്ഡ് റോഡ് വേ എന്താണെന്ന്. ഡിപ്രസ്ഡ് റോഡ് വേ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ് വേ വൈഡനിങ്സിന്, അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റോഡിൻ്റെ വിഡ്ത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ആ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്ന റോഡ് ഫെയിലാകാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മളൊരു സപ്പോർട്ടായിട്ട് ആ റോഡ് വേക്ക് ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്? ഗ്രൗണ്ട് ആങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ റോഡ് വേ റീഅലൈൻമെൻറ്റ്സ്, അതായത് റോഡിൻ്റെ ഇപ്പം നമ്മൾ റീഅലൈൻ ചെയ്യും അല്ലേ, അതായത് റോഡ് പണി വരുമ്പോഴേക്കും അതിൻ്റെ കർവൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു കർവായിരിക്കും, ആ കർവ് നല്ലൊരു വളവുള്ളൊരു പോർഷനായിരിക്കും. അപ്പോൾ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ സ്ട്രെയിറ്റ് ആക്കും. ചിലപ്പോൾ ആ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമായിരിക്കും. നമ്മൾ കൂടുതൽ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളത് കർവ് ആക്കി മാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റോഡിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ, അങ്ങനെ നമ്മൾ വേറെ എക്സ്ട്രാ വർക്ക് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് റോഡ്സിൽ ഒന്നുകിൽ വൈഡൻ ചെയ്യാനാകാം, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനാവാം, അല്ലെങ്കിൽ റീഅലൈൻ ചെയ്യാനാകാം. എങ്ങനെയെങ്കിലും അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരുമ്പം എക്സിസ്റ്റിംഗ് റോഡിന് സപ്പോർട്ട് ചെയ്യാനും നമ്മൾ ഗ്രൗണ്ട് ടാങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. The conventional gravity wall is more expensive than a permanent anchored wall because it requires temporary excavation support, selected backfill and possibly deep foundation support. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ കാണിച്ച ഫിഗറിൽ അതൊരു ആങ്കേർഡ് സർഫസ് ഒന്നും അല്ലായിരുന്നു, റിട്ടൈനിങ് വാൾ അല്ല കാണിച്ചിരുന്നത്. ഒരു സാധാ റിട്ടൈനിങ് വാളാണ്, അതായത് ഗ്രാവിറ്റി വാളാണ് കാണിച്ചിരുന്നത്. ഗ്രാവിറ്റി വാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാ നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, പഠിച്ചോ എന്ന് എനിക്കറിയില്ല, ഇനിയായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അന്നേരം ഫൂട്ടിങ്സ് ഒക്കെ, അതിന് ഗ്രാവിറ്റി വാൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു എക്സ്ട്രാ ഫൂട്ടിംഗ് ഒക്കെ താഴെ വേണ്ടി വരും. വാളുണ്ട്, ഗ്രൗണ്ട് സർഫസിന് മുകളിലേക്ക് വാളുണ്ട്, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അതിന് ഫൂട്ടിംഗ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും ഗ്രാവിറ്റി വാൾ എന്ന് പറയുമ്പം. അപ്പം അതെന്താണ്? കൂടുതൽ എക്സ്പെൻസീവാണ്. ഗ്രൗണ്ട് ആങ്കേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഗ്രൗണ്ടിന് താഴേക്ക് നമ്മൾ എക്സ്ട്രാ ഫൗണ്ടേഷനോ സപ്പോർട്ടോ അതൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് ഈ ഗ്രൗണ്ട്
ആങ്കർ എന്ന് പറയുന്ന അതിൻ്റെ ആക്ട് മാത്രമേ ഉള്ളൂ. അതെ, ആ ഗ്രൗണ്ട് ആങ്കേഴ്സ് നമ്മൾ സോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഗ്രൗണ്ട് ആങ്കേഴ്സ് ആണ് അതിന് ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്ട്രാ വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ ഗ്രാവിറ്റി വോളിനേക്കാളും എക്സ്പെൻസ് കുറവാണ് ഏതിന്, ഈ ഗ്രൗണ്ട് ആങ്കേർഡ് വോൾസിന്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് റിക്വയേഴ്സ് എ ടെമ്പററി എക്സ്കവേഷൻ സപ്പോർട്ട്. അതുപോലെ തന്നെ ഗ്രാവിറ്റി വോള് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളതിന് സപ്പോർട്ട്, ടെമ്പററി എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്കവേറ്റ് ചെയ്ത് ആ എക്സ്കവേഷന് സൈഡിലാണ് നമ്മൾ ഈ ഗ്രാവിറ്റി വോള് കൺസ്ട്രക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഗ്രൗണ്ട് ഫെയിൽ ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ ഗ്രൗണ്ടിന് സപ്പോർട്ട് കൊടുക്കണം. എന്നാൽ ഈ ഗ്രൗണ്ട് ആങ്കേഴ്സ് ഇൻസേർട്ട് ചെയ്യുവാണെങ്കിലോ, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർക്കുക, ഒരു സൂചി അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഇറക്കി നിർത്തുന്നു, ഒരു നെയിൽ അടിച്ചിറക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേറെ എക്സ്ട്രാ വർക്കുകളൊന്നും വരാത്ത കാരണം തന്നെ നമ്മൾ വേറെ സപ്പോർട്ടുകളൊന്നും പ്രൊവൈഡ് ചെയ്യേണ്ട. അതുപോലെ തന്നെ സെലക്ട് ബാക്ക് ഫില്ല് പ്രോപ്പർ ബാക്ക് ഫില്ല് സെലക്ട് ചെയ്യണം. നമ്മളൊരു ഗ്രാവിറ്റി വോളാണ് അല്ലെങ്കിൽ ഒരു റിട്ടൈനിങ് വോൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ സെലക്ട് ചെയ്യുന്ന ബാക്ക് ഫില്ല് എന്ന് പറയും. ബാക്ക് ഫില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടൈനിങ് വോളിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ആ ഫില്ല് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമുക്ക് ഗ്രൗണ്ട് ആങ്കേഴ്സിൻ്റെ കേസിൽ അങ്ങനെ ഒരു എക്സ്ട്രാ ബാക്ക് ഫില്ലൊന്നും വേണ്ടി വരുന്നില്ല. ആൻഡ് പോസിബിളി ഡീപ്പ് ഫൗണ്ടേഷൻ സപ്പോർട്ട്, നമ്മൾ ടെമ്പററി സപ്പോർട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, ഗ്രാവിറ്റി വോളായിട്ട് റിട്ടൈനിങ് വോളാകുമ്പോൾ അതിന് ഒരു ഫൗണ്ടേഷൻ, സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നു. അതൊക്കെ കൊണ്ടാണ് സാധാരണ റിട്ടൈനിങ് വോളിനേക്കാളും അഡ്വാൻറ്റേജസ് ഏതിനുണ്ടെന്ന് പറയുന്നത്, ഗ്രൗണ്ട് ആങ്കേഴ്സിനുണ്ടെന്ന് പറയുന്നത്. ആങ്കേർഡ് വോൾസ് മേ ഓൾസോ ബി യൂസ്ഡ് ഫോർ ന്യൂ ബ്രിഡ്ജ് അബട്ട്മെൻറ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് എൻസ്ലോപ്പ് റിമൂവൽ ഫോർ എക്സിസ്റ്റിംഗ് ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സ്. അതുപോലെ നമ്മൾ ആങ്കേർഡ് വോൾസ് ആണെങ്കിൽ, അതായത് ഗ്രൗണ്ട് ആങ്കർ യൂസ് ചെയ്തിട്ടുള്ള വോളാണെങ്കിൽ, ആ ഒരു ആങ്കേർഡ് വോളിനെ നമുക്ക് എന്തായിട്ടും യൂസ് ചെയ്യാം, ഒരു ബ്രിഡ്ജ് അബട്ട്മെൻറ്റ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എൻസ്ലോപ്പ് റിമൂവൽ ഫോർ എക്സിസ്റ്റിംഗ് ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സ്. ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് അബട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു ബ്രിഡ്ജിൻ്റെ രണ്ട് എൻഡിലായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഫൗണ്ടേഷൻ രണ്ട് അബട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ആ രണ്ട് എൻഡിലായിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് അബട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അബട്ട്മെൻറ്റ്സിന് സപ്പോർട്ടായിട്ട് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ കണ്ടോ, ഈ ബ്രിഡ്ജിന് ഇവിടെ ഒരു അബട്ട്മെൻറ്റ് ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ അതിനാണ് അബട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സിന്, എക്സിസ്റ്റിംഗ് ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സിന് നമ്മളിപ്പോൾ അതിന് എന്തെങ്കിലും ഇത് വരികയാണ്, റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഈ അബട്ട്മെൻറ്റ്സിന് പകരം ഈ ബ്രിഡ്ജിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രൗണ്ട് ആങ്കേഴ്സ് യൂസ് ചെയ്യാം. അതൊക്കെയാണ് ഹൈവേ റിട്ടൈനിങ് വോൾസിൽ എന്ത് വരുന്നത്, ഗ്രൗണ്ട് ആങ്കേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഗ്രൗണ്ട് ആങ്കേഴ്സ് നമുക്ക് ഹൈവേ റിട്ടൈനിങ് വോൾസിൽ യൂസ് ചെയ്യാം. അപ്പം ആങ്കേർഡ് വോൾസ് സാധാരണയായിട്ട് ഗ്രേഡ് സെപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഡിപ്രസ്ഡ് റോഡ് വേസിൻ്റെ കേസിൽ റോഡ് വേയുടെ വൈഡൻ ചെയ്യുന്ന സമയത്ത്, അതുപോലെ റീഅലൈൻമെൻറ്റ്, ഈ കേസുകളിലെല്ലാം നമ്മൾ ആങ്കേർഡ് റിട്ടൈനിങ് വോൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൺവെൻഷണൽ ഗ്രാവിറ്റി വോളിനേക്കാളും അഡ്വാൻറ്റേജസ് ഗ്രൗണ്ട് ആങ്കേഴ്സിനുണ്ട്. എന്തുകൊണ്ടാണ്? ഇതിന് ഒരു ടെമ്പററി സപ്പോർട്ടൊന്നും വേണ്ടി വരുന്നില്ല. അതുപോലെ ഡീപ്പ് ഫൗണ്ടേഷൻസ് വേണ്ടി വരുന്നില്ല. അതുപോലെ ബാക്ക് ഫിൽ സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. ടെമ്പററി സപ്പോർട്ടും ഡീപ്പ് എക്സ്കവേഷൻ സപ്പോർട്ടും ഒന്നും വേണ്ടി വരുന്നില്ല. അതുപോലെ ആങ്കേർഡ് വോൾസ് തന്നെ നമുക്ക് ബ്രിഡ്ജിൻ്റെ കേസിൽ എവിടെയൊക്കെ യൂസ് ചെയ്യാം, ബ്രിഡ്ജ് അബട്ട്മെൻറ്റ്സിന് സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യാം. ബ്രിഡ്ജ് അബട്ട്മെൻറ്റ് കൺസ്ട്രക്ഷൻ്റെ സമയത്തും, അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ബ്രിഡ്ജ് അബട്ട്മെൻറ്റിന് അതിൻ്റെ എന്തെങ്കിലും റിപ്പയർ വർക്ക്സോ അല്ലെങ്കിൽ സ്ലോപ്പ് റിമൂവൽ വർക്ക്സോ ഒക്കെ വരുവാണെങ്കിൽ ആ സമയത്തും ഒരു സപ്പോർട്ടായിട്ട് ഈ ഗ്രൗണ്ട് ആങ്കേർഡ് റിട്ടൈനിങ് വോൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്ത ആപ്ലിക്കേഷനാണ് സ്ലോപ്പ് ആൻഡ് ലാൻഡ് സ്ലൈഡ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. സ്ലോപ്പിൻ്റെ സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയയുടെ സ്റ്റെബിലൈസേഷനും ഗ്രൗണ്ട് ആങ്കേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ഗ്രൗണ്ട് ആങ്കേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ കോമ്പിനേഷൻ വിത്ത് വാൾസ്, ഹൊറിസോണ്ടൽ ബീംസ് ഓർ കോൺക്രീറ്റ് ബ്ലോക്സ്
ടു സ്റ്റെബിലൈസ് സ്ലോപ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്. ഇതിന്ന് സ്ലോപ്സ്, ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ്സിൻ്റെ സമയത്തൊക്കെ എന്താണ് എക്സ്ട്രാ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫോഴ്സ് വരുന്ന സമയമാണ്. അപ്പോൾ ആ ടൈമിലേക്ക് നമ്മൾ ഗ്രൗണ്ട് ആങ്കേഴ്സ് യൂസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ എക്സ്ട്രാ സപ്പോർട്ട് എന്ന വണ്ണം നമ്മൾ എന്ത് കൂടി കോമ്പിനേഷൻ വിത്ത് വോൾസ്, ഗ്രൗണ്ട് ആങ്കേഴ്സ്, അതിൻ്റെ ഒപ്പം വോൾസ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. ഹൊറിസോണ്ടൽ ബീംസ്, കോൺക്രീറ്റ് ബ്ലോക്സ്, ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്ത് ഇതെല്ലാം കൂടി ആയിരിക്കും ഇതിൻ്റെ ഒരു കമ്പൈൻഡ് ആക്ടിവിറ്റി ആയിട്ടായിരിക്കും ലാൻഡ് സ്ലൈഡ്സിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നത്, സ്ലോപ്പിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതും. സ്ലോപ്പുള്ള ഏരിയയിലല്ലേ ലാൻഡ് സ്ലൈഡ്സ് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുള്ളത്. അപ്പം അങ്ങനെയുള്ള സ്ലോപ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗണ്ട് ആങ്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ എക്സ്ട്രാ കെയർ എടുക്കണം. അപ്പോൾ ഗ്രൗണ്ട് ആങ്കേഴ്സ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം വോൾസും കോൺക്രീറ്റ് ബ്ലോക്സും ബീംസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോയിൽ ആൻഡ് റോക്ക് ആങ്കേഴ്സ് പെർമിറ്റ് റിലേറ്റീവ്ലി ഡീപ്പ് കട്ട്സ് ടു ബി മെയ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ഹൈവേസ്. അതുപോലെ തന്നെ സോയിൽ ആങ്കേഴ്സും ഉണ്ട്, റോക്ക് ആങ്കേഴ്സും ഉണ്ട്. അതായത് സോയിലിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ആങ്കേഴ്സും ഉണ്ട്, റോക്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ആങ്കേഴ്സും ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് ആങ്കേഴ്സ് എല്ലാം എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ന്യൂ ഹൈവേസ് കൺസ്ട്രക്ട് ചെയ്യാൻ. പുതിയ ഹൈവേസ് ഈ സ്ലോപ്പ് ഉള്ള ഏരിയയിലാണെങ്കിൽ പോലും പുതിയ ഹൈവേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. എത്ര ഡീപ്പ് കട്ട്സ്, അതായത് ഇപ്പോൾ സ്ലോപ്പുള്ള ഏരിയയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു കൂടുതൽ എക്സ്കവേഷനൊക്കെ വേണ്ടി വരും അല്ലേ. ഹൈവേ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന നമുക്കൊരു കുറച്ചൊരു ലെവൽഡ് സർഫസ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഡീപ്പ് കട്ട്സ് ഒക്കെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യേണ്ടി വരും. ആ ടൈമിൽ, ആ ന്യൂ ഹൈവേസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഗ്രൗണ്ട് ആങ്കേഴ്സ് യൂസ് ചെയ്യാം. Ground anchors can be used to provide a sufficiently large force to stabilize the mass of ground above the landslide or slip surface. നമ്മുടെ ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള ഏരിയ, അതുപോലെ സ്ലിപ്പ് സർഫസ്, ആ ഒരു ഫെയിൽ ആകുന്ന ആ ഒരു സർഫസിനെയാണ്, അതായത് ഇപ്പം ഒരു മാസ് ഓഫ് സോയിൽ ഒരു പർട്ടിക്കുലർ, അതായത് വീക്കായിട്ടുള്ളൊരു പ്ലെയിനിൽ നിന്നും അടർന്നു മാറുകയാണ് ചെയ്യുന്നത് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പം. ആ ടൈമിൽ ആ ഒരു സ്ലിപ്പ് സർഫസിനെയും ആ ലാൻഡ് സ്ലൈഡ് ഒക്കെ ചെയ്യുന്ന ആ മാസ് ഓഫ് ഗ്രൗണ്ട്, ആ ഒരു പർട്ടിക്കുലർ മാസ് ഓഫ് സോയിലില്ലേ, അതിനെയും സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗണ്ട് ആങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. This force may be considerably greater than that required to stabilize a vertical excavation for a typical highway retaining wall. മനസ്സിലായോ? അതായത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന കേസിൽ നമ്മൾ ഒരു ഗ്രൗണ്ട് ആങ്കർ പ്രൊവൈഡ് ചെയ്യുന്നു. ആ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും സാധാ ഒരു ഹൈവേ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ. അതായത് ഇപ്പോൾ ഹൈവേ കൺസ്ട്രക്ഷൻ്റെ ടൈമിലുള്ള റിട്ടൈനിങ് വോൾ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ആങ്കേർഡ് വോൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരു എക്സ്കവേഷനെ നമുക്ക്, ഡീപ്പ് കട്ടിനെ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സ്റ്റെബിലൈസ് ചെയ്യേണ്ടി വരുന്ന സ്ട്രെങ്ത് കുറവായിരിക്കും. കാരണം ലാൻഡ് സ്ലൈഡ് ഉണ്ടാകണമെങ്കിൽ എന്താണ്, അത്രത്തോളം വലിയ ഫോഴ്സാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഗ്രൗണ്ട് ആങ്കറിന് വേണം. അതുകൊണ്ട് ഹൈവേ കൺസ്ട്രക്ഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ സാധാ റോഡ് വൈഡനിങ്ങിൻ്റെ സമയത്തോ ഒക്കെ യൂസ് ചെയ്യുന്ന ഗ്രൗണ്ട് ആങ്കേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ലാൻഡ് സ്ലൈഡിൻ്റെ ടൈമിൽ യൂസ് ചെയ്യുന്ന ഗ്രൗണ്ട് ആങ്കേഴ്സിനേക്കാൾ സ്ട്രെങ്ത് കുറഞ്ഞ ഗ്രൗണ്ട് ആങ്കേഴ്സ് ആയിരിക്കും. Horizontal beams or concrete blocks may be used to transfer the ground anchor loads to the ground at the slope surface, provided the ground does not run or compress and is able to resist the anchor reaction forces at the excavated phase. നേരത്തെ ഞാൻ പറഞ്ഞ തന്നെയാണ്. അതായത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വേണം ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രൗണ്ട് ആങ്കേഴ്സിൻ്റെ ഒപ്പം ഹൊറിസോണ്ടൽ ബീംസ്, കോൺക്രീറ്റ് ബ്ലോക്സോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. The cost, aesthetics and long-term maintenance of the exposed phase will affect the selection of horizontal beams or blocks. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ബീംസും ബ്ലോക്സും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം കോസ്റ്റ്, എസ്തെറ്റിക്സ്, അതുപോലെ മെയിൻ്റനൻസ് റേറ്റ്, ഈ എക്സ്പോസ്ഡ് ഫേസിൻ്റെ മെയിൻ്റനൻസ് റേറ്റ്, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതാണ് ഹൈവേ റിട്ടൈനിങ് വാളിൻ്റെയും സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ്റെയും ഒരു ഫിഗർ എന്ന് പറയുന്നത്.
ഫസ്റ്റ് വൺ ഹൈവേ റിട്ടേണിംഗ് വോളിൽ യൂസ് ചെയ്യുന്നത് സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പോൾ കണ്ടോ, സെക്കൻഡിൽ അവിടെ ലാൻഡ് സ്ലോപ്പിനായിട്ടുള്ള ഒരു ഏരിയ കാണിക്കുന്നുണ്ടോ, ഇതാണ് നമ്മുടെ സോയിൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫെയിൽ ചെയ്യാൻ, സോയിൽ സർഫസ് അല്ല, ഇതാണ് സോയിൽ സർഫസ്, ഇതാണ് ഇതിൽ ഫെയിൽ ആകാൻ സാധ്യതയുള്ള ഒരു സ്ലിപ്പ് സർഫസ് ഉണ്ടാകും എന്ന് പറഞ്ഞില്ലേ, അതുപോലൊരു സ്ലിപ്പ് സർഫസ് ആണിത്. ആ സ്ലിപ്പ് സർഫസിലേക്ക് നമ്മൾ ഗ്രൗണ്ട് ടാങ്കേഴ്സ് ഇൻസേർട്ട് ചെയ്തേക്കാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ആപ്ലിക്കേഷനാണ് ടൈ ഡൗൺ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ടൈ ഡൗൺ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട്, നമ്മൾ ടൈ ചെയ്ത് താഴേക്ക് പിടിച്ച് നിർത്തിയേക്കാണ്. ഏതോ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ടൈ ചെയ്ത് താഴേക്ക് പിടിച്ച് നിർത്തിയേക്കാണ് ടൈ ഡൗൺ സ്ട്രക്ചേഴ്സ്. The permanent ground anchors may be used to provide resistance to vertical uplift forces. മനസ്സിലായോ? ഗ്രൗണ്ട് ആങ്കേഴ്സ് പെർമനൻറ്റ് ഗ്രൗണ്ട് ആങ്കേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, ടെമ്പററി ഗ്രൗണ്ട് ആങ്കേഴ്സ് അല്ല. പെർമനൻറ്റ് ഗ്രൗണ്ട് ആങ്കേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു വെർട്ടിക്കൽ അപ്ലിഫ്റ്റ് ഫോഴ്സസ്. അതായത് അപ്ലിഫ്റ്റ് ഫോഴ്സസ് എവിടെയാണ് വരുന്നത്? നമ്മൾ നിങ്ങൾ നേരത്തെ ബോയൻസി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഒരു എന്താണ് വാട്ടർ റിലേറ്റഡ് സ്ട്രക്ചറിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു വാട്ടറിൽ നമ്മളൊരു വാട്ടർ ബോഡിയിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ, ഇപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ, വാട്ടർ ഫൗണ്ട് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഡാം ആക്കാം. അപ്പോൾ ഈ ഡാമൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു താഴ്ന്നുള്ള വാട്ടർ മുകളിലേക്കൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതിനാണ് നമ്മൾ ബോയൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു, അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ത് ചെയ്യണം? ഇതിൻ്റെ വെയിറ്റ് കൊണ്ട്, അതിൻ്റെ ഡെഡ് വെയിറ്റ് കൊണ്ട് ഈ താഴ്ന്നുള്ള ഈ ഒരു ഫോഴ്സിനെ, ഇതിനെ പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഫോഴ്സാണ് താഴ്ന്ന വാട്ടർ ബോഡിയിൽ നിന്ന് ആക്ട് ചെയ്യുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്ത് താഴേക്ക് നിൽക്കാനുള്ള ഫോഴ്സ് ഈ ഒരു സ്ട്രക്ചറിന് വേണം. അങ്ങനെ ഈ അപ്ലിഫ്റ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ ഫ്രണ്ട് സ്ട്രക്ചേഴ്സിന് ഗ്രൗണ്ട് ടാങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതാണ് ടൈ ഡൗൺ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ആ ഒരു സ്ട്രക്ചറിനെ, വാട്ടറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറിനെ താഴേക്ക് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഗ്രൗണ്ട് ടാങ്കേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. വെർട്ടിക്കൽ അപ്ലിഫ്റ്റ് ഫോഴ്സസ് മേ ബി ജനറേറ്റഡ് ബൈ ഹൈഡ്രോസ്റ്റാറ്റിക് ഓർ ഓവർ ടേണിംഗ് ഫോഴ്സസ്. ഈ വെർട്ടിക്കൽ അപ്ലിഫ്റ്റ് ഫോഴ്സ് എന്തൊക്കെ കാരണം ഉണ്ടാകുന്നതാണ്? ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഓവർ ടേണിംഗ് ഫോഴ്സ് കാരണം, വാട്ടറിൻ്റെ ഫോഴ്സ് കാരണം ഉണ്ടാകുന്നതാണ്. The method is used in underwater applications where the structure has insufficient dead weight to counteract the hydrostatic uplift forces. ഈ നമ്മൾ ടൈ ഡൗൺ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ടൈ ഡൗൺ സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്യുന്നത്, ഗ്രൗണ്ട് ടാങ്കേഴ്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ അപ്ലിഫ്റ്റ് ഫോഴ്സസിനെ കൗണ്ടറാക്ട് ചെയ്തിട്ട് ഈ കൗണ്ടറാക്ട് ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് ഡെഡ് വെയിറ്റ് നമ്മുടെ സ്ട്രക്ചറിന് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് സ്ട്രക്ചറിൻ്റെ ഡെഡ് വെയിറ്റ് അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് കൊണ്ടാണ് നമ്മൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിന് സഫീഷ്യൻറ്റ് ഡെഡ് വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ടാങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം ഗ്രൗണ്ട് ടാങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്തില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഡെഡ് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ സ്ട്രക്ചർ ആഡ് ചെയ്യേണ്ടി വരും. ആ ഡെഡ് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ കൂട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. അതിന് പകരമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഗ്രൗണ്ട് ടാങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ അഡ്വാൻറ്റേജ് ഓഫ് ഗ്രൗണ്ട് ടാങ്കേഴ്സ് ഫോർ ടൈ ഡൗൺ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡ്: ഫസ്റ്റ് വൺ, ദ വോളിയം ഓഫ് കോൺക്രീറ്റ് ഇൻ ദ സ്ലാബ് ഈസ് റെഡ്യൂസ്ഡ് കമ്പയർഡ് ടു എ ഡെഡ് വെയ്റ്റ് സ്ലാബ്. അപ്പോൾ അതായത് ഈ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെഡ് വെയ്റ്റ് സ്ലാബ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് ഇതിൻ്റെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ കോൺക്രീറ്റിൻ്റെ എമൗണ്ട് കൂട്ടണം അല്ലേ, ഡെഡ് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ അപ്ലിഫ്റ്റ് ഫോഴ്സിനെ അത് കൂടുതൽ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഡെഡ് വെയിറ്റ് സ്ലാബ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കോൺക്രീറ്റ് ഒക്കെ വേണ്ടി വരും അല്ലേ. അപ്പോൾ അന്നേരം കുറേ കൂടി എക്സ്പെൻസീവ് ആവും. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോൺക്രീറ്റിൻ്റെ അളവ് കുറച്ചിട്ട് ഗ്രൗണ്ട് ടാങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അപ്ലിഫ്റ്റ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെയാണ് എക്സ്കവേഷൻ ആൻഡ് ഡീവാട്ടറിങ് ഈസ് റെഡ്യൂസ്ഡ്. ഇപ്പം നമ്മൾ ഇത് ജസ്റ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് ടാങ്കറിനെ ഡീപ്പ് സോയിലിലേക്ക്, വാട്ടർ ബോഡിയിൽ സോയിലിലേക്ക് ജസ്റ്റ് കൊണ്ടുവന്ന് കുത്തി ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഗ്രൗണ്ട് ടാങ്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെച്ചാൽ അതിൻ്റെ ഒരു വോളിയം എന്ന് പറയുന്നത് കുറവാണ്. ലെങ്ത്തിൽ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു പിൻ പോലെ അല്ലെങ്കിൽ ഒരു നെയിൽ പോലെ ഇങ്ങനെ ഡെപ്തിലേക്ക് ഇറങ്ങി പോവുകയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡീവാട്ടറിങ് ടെക്നിക്സ് ഒന്നും നമുക്ക് ഒരുപാട്, അത് അവിടെ നിന്ന് വെള്ളം
മാറ്റുമോ അങ്ങനെയൊന്നും ഒരുപാട് ചെയ്യണ്ട. പക്ഷേ അതേസമയം അതൊരു ഒരു വലിയ സ്ലാബ്, ഡെഡ് സ്ലാബ് ആണെങ്കിൽ, അതായത് വലിയൊരു അത് സ്ലാബിന് നല്ല ഏരിയ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോപ്പർ ഡീവാട്ടറിങ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഈ ഒരു സ്ലാബ് ഇൻസേർട്ട് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ അന്നേരം കുറേ കൂടി ഡിഫിക്കൽട്ടായിരിക്കും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഒന്ന്, വോളിയൂം ഓഫ് കോൺക്രീറ്റ് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ എന്താണ്, ഡീവാട്ടറിങ് ടെക്നിക്സ് ഒന്നും വേണ്ടി വരുന്നില്ല. ഡിസഡ്വാൻറ്റേജ് ഓഫ് ഗ്രൗണ്ട് ആങ്കേഴ്സ് ഫോർ ടൈ ഡൗൺ ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? പൊട്ടൻഷ്യലി ലാർജ് വേരിയേഷൻസ് ഇൻ ഗ്രൗണ്ട് ആങ്കർ ലോഡ് റിസൾട്ടിങ് ഫ്രം സെറ്റിൽമെൻറ്റ് ആൻഡ് ഹീവ് ഓഫ് ദി സ്ട്രക്ചർ. അതായത് നമ്മുടെ ഗ്രൗണ്ട് ആങ്കേഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രെങ്ത്തിനായിരിക്കും. പക്ഷേ നമ്മുടെ ഈ സ്ട്രക്ചറിൻ്റെ സെറ്റിൽമെൻറ്റും ഹീവും ഒക്കെ സംഭവിക്കുന്നത് കാരണം എന്തുണ്ടാകാം? ഈ ഗ്രൗണ്ട് ആങ്കറിൽ ഉണ്ടാകുന്ന ലോഡിൽ വലിയ വേരിയേഷൻസ് കാണിക്കാം. ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് സ്ട്രെസ് അല്ല അതിൽ ആക്ട് ചെയ്യുന്നത്. അതിൽ ആക്ട് ചെയ്യുന്ന ലോഡെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും പല ടൈമിലും. അതായത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ സെറ്റിൽമെൻറ്റും ഹീവും ഒക്കെ അനുസരിച്ച്, അതായത് വാട്ടറിൽ എക്സിസ്റ്റ് ചെയ്യുന്നൊരു സ്ട്രക്ചർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റിൽമെൻറ്റും ഹീവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ആങ്കറിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ വരുന്ന ആ ഒരു ലോഡ് ഭയങ്കര വേരിയേഷൻസ് കാണിച്ചുകൊണ്ടിരിക്കും. ഡിഫിക്കൽട്ടി ഇൻ കൺസ്ട്രക്റ്റിംഗ് വാട്ടർ ടൈറ്റ് കണക്ഷൻസ് അറ്റ് ദ ആങ്കർ സ്ട്രക്ചറൽ സ്ലാബ് ഇൻ്റർഫേസ് വിച്ച് ഈസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹൈഡ്രോസ്റ്റാറ്റിക് ആപ്ലിക്കേഷൻസ്. അതായത് വാട്ടർ ടൈറ്റ് കണക്ഷൻസ്, അതായത് ഈ ഗ്രൗണ്ട് ആങ്കറും സ്ട്രക്ചറും ഉണ്ടല്ലോ, ഗ്രൗണ്ട് ആങ്കറും നമ്മുടെ ആ വാട്ടറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറും അതും തമ്മിലുള്ള സ്ട്രക്ചറൽ സ്ലാബും തമ്മിലുള്ള ഇൻ്റർഫേസിലെ കണക്ഷൻ വാട്ടർ ടൈറ്റ് ആക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതായത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരുപാട് കെയർ കൊടുത്ത് ചെയ്യേണ്ടതാണ് അവിടെ വാട്ടർ ടൈറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് അതൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അവിടെ ചെറുതല്ല, അത് നമ്മൾ വാട്ടർ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ്, വേരിയേഷൻ ഇൻ ദ സ്ട്രെസ്സസ് ഇൻ ദി സ്ലാബ്. നേരത്തെ പറഞ്ഞതാണ് സ്ലാബിലുള്ള സ്ട്രെസ്സസിലുള്ള വേരിയേഷൻസ്. പെർമനൻറ്റ് റോക്ക് ആങ്കർ ടൈ ഡൗൺസ് മേ ബി യൂസ്ഡ് ടു സ്റ്റെബിലൈസ് കോൺക്രീറ്റ് ഡാംസ്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റ് ഡാം സ്റ്റെബിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. എക്സിസ്റ്റിംഗ് ഡാംസ് മേ റിക്വയർ അഡീഷണൽ സ്റ്റെബിലൈസേഷൻ ടു മീറ്റ് കറൻറ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് വിത്ത് റെസ്പെക്ട് ടു മാക്സിമം ഫ്ലഡ് ആൻഡ് എർത്ത് റിക്വയർമെൻറ്റ്സ്. അതായത് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡാം ആണെങ്കിൽ അതിന് അഡീഷണൽ സ്റ്റെബിലൈസേഷൻ വേണം എന്നുണ്ടെങ്കിൽ, അതായത് പിന്നെ മാക്സിമം ഫ്ലഡ്, എർത്ത് റിക്വയർമെൻറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും, എർത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഫ്ലഡ് വരുമ്പോൾ ഈ ടൈമിലൊക്കെ അതിന് അഡീഷണൽ സ്റ്റെബിലൈസേഷൻ വേണ്ടി വരും. അപ്പോൾ എക്സിസ്റ്റിംഗ് ഡാമിന് നമ്മൾ ആ ഒരു കേസിലായിരിക്കത്തില്ല അത് നമ്മൾക്ക് ഡിസൈൻ ചെയ്തിട്ടില്ല, അത് നമ്മൾ കൺസിഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ സ്റ്റെബിലൈസേഷൻ വേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിക്കാതൊരു ഫ്ലഡോ എർത്ത് ഒക്കെ വരുവാണെങ്കിൽ അതിന് അഡീഷണൽ സ്റ്റെബിലൈസേഷൻ വേണ്ടി വരും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പിന്നെ വേറെ സ്ലാബ് പ്രൊവൈഡ് ചെയ്യുക അതൊക്കെ നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും. ആ സ്ട്രക്ചറിനെ ഫുൾ മാറ്റേണ്ടി വരികയാണ് നമ്മൾ അന്നേരം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഗ്രൗണ്ട് ആങ്കറിങ് മെത്തേഡ് എന്നുള്ളത്. ആങ്കേഴ്സ് പ്രൊവൈഡ് അഡീഷണൽ റെസിസ്റ്റൻസ് ടു ഓവർടേണിങ്, സ്ലൈഡിങ് ആൻഡ് എർത്ത് ലോഡിങ്സ്. അപ്പം ഈ ആങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഓവർടേണിങ്ങിനെയും സ്ലൈഡിങ്ങിനെയും എർത്ത് ലോഡിങ്സിനെയും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു, എർത്ത് ലോഡിനെയും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ആപ്ലിക്കേഷൻസ്, ഗ്രൗണ്ട് ആങ്കേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.